അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നാമം. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ സമയം മീനത്തിലെ ശനിയുടെ സ്വാധീനം കൊണ്ട്, അതുപോലെ മേടത്തിലെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഒക്കെ കൊണ്ട് ആന്തരിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുജൻ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് മാറുന്നത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെയും അതുപോലെ ഒക്കെ സ്വാധീനിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പുതിയ അനുകൂലമായിട്ടുള്ള പരിസ്ഥിതി ഉണ്ടാക്കുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടും. പ്രവർത്തന മേഖലയിൽ ഫലം ഉണ്ടാവുന്നത് കുറച്ച് വൈകിയായിരിക്കാം. എങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് പ്രവർത്തിച്ച് ഒരു പേഷ്യൻസോടുകൂടി പ്രവർത്തിച്ചാൽ ഭാവിയിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഭാവിയിൽ അനുഭവിക്കാൻ അനുകൂലമാണ്. വലിയ ലാഭപ്രതീക്ഷയൊന്നും ഈ സമയത്ത് വേണ്ടതില്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ധനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടാകും എന്നുണ്ടെങ്കിലും സ്പെക്കുലേറ്റീവ് ലാഭം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ചില അപ്രതീക്ഷിത ചിലവുകളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ ചില വിള്ളലുകൾ അഥവാ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ചും കാരണവന്മാരുമായിട്ട്, അച്ഛൻ, അമ്മ മുതലായിട്ടുള്ള വീട്ടിലെ പ്രായമുള്ളവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഉറക്കക്കുറവും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ശിവക്ഷേത്ര ദർശനം, അതുപോലെ ഹനുമാനെ പൂജിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളും ഒക്കെ നടത്തുക, പ്രദക്ഷിണാദി നമസ്കാരം മുതലായിട്ടുള്ളവ ചെയ്യുന്നതും എള്ള് ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്.